ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് വീണ്ടും വീക്ക് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയും തന്നെയാണ്. ഇന്നലെയും അത്തരത്തിലുള്ള ഒരു സെൻറ്റിമെൻ്റ് ആയിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. പക്ഷേ ക്ലോസ് ചെയ്തത് നല്ല ഗെയിനോട് കൂടിയാണ്. പക്ഷേ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു വീക്ക് ഓപ്പണിംഗ് ആണ്. ഇന്ന് ഏഷ്യയിൽ മേജറായിട്ടുള്ളൊരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് ജപ്പാൻ മാത്രമാണ്. മറ്റ് മാർക്കറ്റുകൾക്കെല്ലാം തന്നെ അവധിയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിനും അവധിയായിരുന്നു. യൂറോപ്പിൽ ഇന്നലെ മിക്സഡ് ക്ലോസിംഗ് ആയിരുന്നു. കമോഡിറ്റികളെല്ലാം തന്നെ ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് മോർണിംഗിൽ കമോഡിറ്റികൾ വീണ്ടും വീക്കായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡും സിൽവറും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനീസ് മാർക്കറ്റിലെ ഹോളിഡേ തന്നെയാണ് കമോഡിറ്റികളുടെ കാര്യത്തിലും ഒരു സ്ലഗിഷ്നെസ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ TVS സപ്ലൈ ചെയിൻ സൊല്യൂഷൻസ് ഇറ്റലിയിൽ തല ഗ്രൂപ്പായിട്ട് ടൈപ്പിൽ എത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ എയ്റോസ്പേസ് ഡിഫൻസ് കമ്പനികൾക്കുള്ള സർവീസസിന് വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. ലോങ് റണ്ണിൽ എംബസി ഡെവലപ്മെൻറ്റ്സ് ലിമിറ്റഡിന് റെയർ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. 400 കോടി രൂപയുടെ പ്രൊജക്റ്റിന് വേണ്ടിയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡ് 5000 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. സർവേ വെസൽസ് ഇന്ത്യൻ നേവിക്ക് സപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ്. പോസിറ്റീവ് ന്യൂസാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ 155 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ജീനാസീക്കോ ഹെൽത്ത് കെയർ ഗുജറാത്തിലൊരു പുതിയ ഹോസ്പിറ്റലും കൂടി ആരംഭിക്കുകയാണ്. 1.5 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. പോസിറ്റീവ് ന്യൂസാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് 61 കോടി രൂപയുടെ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ള NCC നവ ലിമിറ്റഡ് 2 കമ്പനി സ്റ്റോക്കുകളിലാണ് പ്രൊമോട്ടേഴ്സ് ഇന്നലെ ബൈ ചെയ്തിട്ടുള്ളത്. മേജറായിട്ടുള്ള മറ്റു ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ കാര്യമായിട്ട് മാർക്കറ്റിനെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ന്യൂസ് ഫ്ലോസ് ഒന്നും തന്നെ ഇല്ല. അതേസമയം ഈ ആഴ്ചയിൽ അമേരിക്കയിലെ GDP ഡാറ്റ വരുന്നുണ്ട്. ഒപ്പം സുപ്രീം കോടതിയുടെ വെർഡിക്റ്റും വരുന്നുണ്ട്. ട്രംപിൻ്റെ തീരുമാനത്തിന് എഗൻസ്റ്റ് ആയിട്ട്, താരിഫ് ഡിസിഷന് എഗൻസ്റ്റ് ആയിട്ട്. ഇത് വരുന്നത് അടുത്ത വെള്ളിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു കോഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. മറ്റ് ഗ്ലോബൽ മാർക്കറ്റുകളിലും ഈ സുപ്രീം കോടതി വെർഡിക്റ്റ് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ US ട്രേഡ് ഡീല് അടുത്ത ആഴ്ചകളിൽ സൈൻ ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള ഡിസ്കഷന് വേണ്ടിയുള്ള ഇന്ത്യയിൽ നിന്നുള്ള ടീം US തിരിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. ഡിസ്കഷന് ശേഷം മാർച്ച് 2nd വീക്കോട് കൂടിയിട്ട് US ട്രേഡ് ഡീൽ സൈൻ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഒരു സ്ലഗിഷ് സെൻറ്റിമെൻ്റാണ് ഇന്ന് ഏഷ്യയിൽ ജാപ്പനീസ് മാർക്കറ്റിലുള്ളത്. അത്തരത്തിലുള്ളൊരു സെൻറ്റിമെൻ്റ് തന്നെയാണ് നമ്മളും ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. വൊളാറ്റിലിറ്റിയും എക്സ്പെക്റ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് കമ്പനികളിൽ ഇന്നലെ ഒരു മൈനർ റിക്കവറി ഒക്കെ കണ്ടിരുന്നു. പക്ഷേ അറ്റ് എവരി റൈസിൽ വീണ്ടും സെല്ലിംഗ് പ്രഷർ കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.